Good afternoon. Good afternoon, ma'am. Just good afternoon. Good afternoon. Yes. Good afternoon, everybody. നമ്മളെല്ലാം ഗ്രാൻഡ് ലൈൻ സർവീസസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അതില് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് infected linen. Okay. Okay, good afternoon. Good afternoon. Separate collection of infected linen. നമ്മളിനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസിന് സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് മാറ്റുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഓക്കെ. All linens after use be collected in each department or ward and separated into potentially effective and non-potentially affected. Place the changed linen into a clearly labeled and leak-proof containers. Example, bag, bucket. In the patient care area, staff who collect, handle, dispose or transport soiled linen are at high risk. ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെയാണത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് കളക്ട് ചെയ്യുന്നു അല്ലെ, അത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ വാർഡിൽ നിന്ന് നമ്മളത് സെപ്പറേറ്റഡ് ആക്കുന്നു. പിന്നെ എന്താണ്, ഇനി അതില് നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ, നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഓരോന്നിനും എന്താണ്, നമ്മൾ ലേബിൾഡ് ആയിട്ടുള്ള ബാഗ്സിലേക്കോ അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലോ ആയിരിക്കുള്ളൂ അതിനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അല്ലെ. മലിനമായിട്ടുള്ള ക്ലോത്ത്സുകൾ, നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സുകൾ നമ്മൾ എവിടെയാണ് ലേബിൾ ചെയ്യുന്നത്, എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ലേബിൾ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ബാഗ്, ബക്കറ്റ്സ് ഇതിലേക്കായിരിക്കുള്ളൂ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇത് പേഷ്യന്റ് കെയർ ഏരിയ. പേഷ്യന്റ് കെയർ ഏരിയയിൽ നിന്നും ഇത്തരത്തിൽ എല്ലാ പേഷ്യന്റ് കെയർ ഏരിയയിൽ എന്തുണ്ടായിരിക്കും? ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്, ലേബിൾഡ് ബാഗ്സുകൾ ഉണ്ടായിരിക്കും. Then staff who collect, handle, dispose or transport soiled linen are at a higher risk. അപ്പോൾ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പ്രത്യേകിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് കൈകാര്യം ചെയ്യുന്നത്, അത് കളക്ട് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും അത് ഡിസ്പോസ് ചെയ്യുന്നതും അത് കൊണ്ടുപോകുന്നതൊക്കെ എന്താണ്, വളരെ റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളവര് അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ എന്താണ്, അവർക്കും അതിൽ നിന്ന് ഹൈ റിസ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് പടരാനുള്ള ചാൻസ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് വേറെ ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്? സ്റ്റാഫുകൾ പ്രധാനമായിട്ടും പേഴ്സണൽ എക്യുപ്മെന്റ്സുകൾ വേറെ ചെയ്തിട്ട് വേണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ വേറെ ചെയ്തിട്ട് വേണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ഐറ്റംസുകൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ. അതാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ എന്താണെന്ന്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലെവനെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വാർഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തെടുക്കണം? അത് വേർതിരിച്ചെടുക്കേണ്ടതാണ് അല്ലെ. സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. സെപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താ? വേർതിരിക്കുക അല്ലെ. പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് ആയാലും നോൺ പൊട്ടൻഷ്യലി ആയ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ നമ്മൾ വേർതിരിച്ചെടുക്കുക. അതിനുശേഷം ലേബിൾഡ് ബാഗിലോ അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലേക്കോ
ഏത് പേഷ്യന്റ് കെയർ ഏരിയയിൽ നിന്നാണോ വരുന്നത് അത് മാറ്റിയെടുക്കുക. പിന്നീട് എന്താണ് സ്റ്റാഫുകൾ അത് കളക്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ വളരെയധികം ഹൈ റിസ്കിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻസ്. വാഷിംഗ് മെഷീൻസ് സാനിറ്റൈസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ? Sanitizing washing machine. In order to prevent cross contamination, every washer is sanitized at least once a day. അല്ലെ, വാഷിംഗ് മെഷീൻ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം എന്താണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനാൽ തന്നെ എന്താണ് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു വരാം. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, എവരി വാഷ് ഷുഡ് ബി സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാഷിംഗ് മെഷീൻ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ്? ലിനന്റെ വിതരണ സിസ്റ്റം എങ്ങനെയാണ് ക്ലോത്ത്സ് അവിടെ വിതരണം ചെയ്യപ്പെടുന്നത്? പ്രധാനമായിട്ടും എത്ര സിസ്റ്റം വരുന്നുണ്ട്? 3 സിസ്റ്റംസ് ഉണ്ട് ലിനൻ കൈകാര്യം ചെയ്യുന്നതിൽ. ലിനൻ വിതരണം ചെയ്യുന്നതില് 3 സിസ്റ്റംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് സിസ്റ്റം, മിക്സ്ഡ് ലിനൻ സർവീസ്. ഓക്കെ, അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കേന്ദ്രീകൃത ലിനൻ വിതരണ സംവിധാനം. എന്താണ് അതിന്റെ പ്രത്യേകത? Issuing of linen and linen circulation is usually controlled by the central room. This facilitates a better control of the staff over the staff. എന്താണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ആരാണത് കൈകാര്യം ചെയ്യുന്നത്? ലിനൻ ഇഷ്യൂ ചെയ്യുന്നതും അതിനെ സർക്കുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരായിരിക്കും? സെൻട്രൽ റൂം ആയിരിക്കും അല്ലെ. ഒരു കേന്ദ്രീകൃത ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. സെൻട്രൽ റൂം അണ്ടർലൈൻ ചെയ്തതാട്ടോ. യൂഷ്വലി കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ റൂം. സെൻട്രൽ റൂം ആണിത് നിയന്ത്രിക്കുന്നത്. ഫെസിലിറ്റീസ് ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് വളരെയധികം എന്താണ് ബെറ്റർ കൺട്രോൾ നൽകുന്നു. ഈ സംവിധാനം സ്റ്റാഫുകൾക്ക് ബെറ്റർ കൺട്രോള് നൽകുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെന്ത്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ലിനൻ ഇഷ്യൂ ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും സെൻട്രൽ റൂം ആയിരിക്കുമ്പോ ഓക്കെ, കേന്ദ്രീകൃത ലിനൻ വിതരണ സംവിധാനം. യെസ്, മനസ്സിലായോ അത്? Yes, then decentralized linen service. അടുത്തത് decentralized service, linen service. Under the system, the different units such as ward operation theatre, ward operation, ward കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട് കേട്ടോ. Ward operation theatres, etc. are allotted with neat quotas of linen articles. ഇതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്ന വികേന്ദ്രീകൃത ലിനൻ സംവിധാനം അല്ലെങ്കിൽ വികേന്ദ്രീകൃത ലിനൻ സർവീസസ്. പ്രത്യേകമായിട്ടുള്ള ഡിഫറെന്റ് യൂണിറ്റ്സിൽ നിന്നുള്ള ലിനൻസ് ആണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ്? വാർഡ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ. വാർഡിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്നുള്ള ലിനൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസിൽ അവര് വിതരണം ചെയ്യുന്നത്. ആർ അലോട്ടഡ് വിത്ത് നീഡഡ് ക്വാർട്ടേഴ്സ് ഓഫ് ലിനൻ ആർട്ടിക്കിൾസ്. അപ്പോ ഈ സ്പെഷ്യൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എന്താണ് ആവശ്യമായിട്ടുള്ള ലിനൻ അതൊക്കെ അനുവദിച്ചിട്ട് കൃത്യമായിട്ടൊരു കോട്ട എന്ന് പറയുന്നത് എന്തായിരിക്കും? കോട്ടാസ്. നമ്മുടെ കോട്ട എന്ന് പറയുന്നത് എന്തിനാണ്? ആ കോട്ടയല്ല കേട്ടോ, പേപ്പർ കോട്ട അങ്ങനെയുള്ള കോട്ടയല്ല. കോട്ട യെസ്, ഒരു ബണ്ടിൽ അല്ലെ. ഇന്ന ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൃത്യമായിട്ടൊരു അളവിൽ കുറെ മെറ്റീരിയൽസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ട ലിനൻ ആർട്ടിക്കിൾസ് വാർഡിലേക്ക് വേണ്ടതും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടതും സ്പെഷ്യലൈസ് ചെയ്തിട്ടായിരിക്കും, സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കുള്ളൂ
ഡീസെൻട്രലൈസ്ഡ് ലെവൽ സർവീസസിൽ അവര് വിതരണം നടത്തുന്നത്. ഓക്കെ, എന്താണ് decentralized linen service? Under the system, the different units such as ward, operation theaters, etc. allotted with the needed quotas of linen articles. Okay. നമുക്ക് വേണ്ട വാർഡിലേക്കോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് വേണ്ട ലിനൻസിന് ആവശ്യാനുസരണമാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കൃത്യമായ ഒരു അളവിലായിരിക്കും. ഇനി മിക്സഡ് ലിനൻ സർവീസ്, അടുത്തത് എന്താണ്? മിക്സഡ് ലിനൻ സർവീസ്. മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? Linen supply to certain special areas are done on the basis of decentralization, but the rest of the areas follow centralized linen supplies. The linen used our hospital service make a huge effect on the quality of care provided. Every hospital needs to have 6 sets of linen for each bed. ഇനി മിക്സ്ഡ് ലിനൻ സർവീസ് എന്താണ് എന്ന് പറയാൻ പറ്റുമോ? എന്താണ് മിക്സ്ഡ് ലിനൻ സർവീസ് എന്ന് നമുക്ക്? ചില പ്രത്യേക മേഖലകളിൽ മാത്രമാണ് അല്ലെ ലിനൻ സപ്ലൈ ടു സർട്ടൺ സപ്ലൈ ഏരിയാസ്. സ്പെഷ്യൽ ഏരിയാസിൽ മാത്രമാണ്. ആരുടെ കണ്ടറില്? ഓൺ ദ ബേസിസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ അല്ലെ, ഓർ സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. അതായത് ചില പ്രത്യേക മേഖലകളിലേക്ക് ലിനൻ വിതരണം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അപ്പൊ എന്തിലും വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡിലും അതിന്റെ കീഴിലും വരുന്നുണ്ട്, സെൻട്രലൈസ്ഡിന്റെ കീഴിലും എന്താണ് ലിനൻ സർവീസസുകൾ വരുന്നത്. അതിനാലാണ് അതിനെ മിക്സ്ഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീസെൻട്രലും വരുന്നുണ്ട്, സെൻട്രലും വരുന്നുണ്ട് കേട്ടോ. ഡീസെൻട്രലൈസ്ഡ് ആൻഡ് decentralized and centralized linen service system. Okay. അപ്പൊ ഏതൊക്കെ ഏരിയാസിലേക്കാണ് ഇത് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോകുന്നത്? സ്പെഷ്യൽ കെയർ ഏരിയാസിൽ അല്ലെ, സ്പെഷ്യൽ ഏരിയാസിലേക്കാണ് ലിനൻസ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, linen used in our hospital service make a huge effect on quality of care provided. Every hospital needs to have 6 sets of linen for each bed. അതായത് ആശുപത്രി സേവനങ്ങളിൽ, ഇപ്പൊ ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വഹിക്കുന്നത് അവിടെ കൊടുക്കുന്ന ലിനൻ സർവീസസുകൾ തന്നെയാണ് അല്ലെ. നല്ല ക്വാളിറ്റി ഉള്ള ലിനൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് അല്ലെ. ആശുപത്രി സർവീസസുകളിൽ, ഹോസ്പിറ്റൽ സർവീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വഹിക്കുന്നത് എന്താണ്? നല്ല ക്വാളിറ്റി ഉള്ള ലിനൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, യെസ്. അതായത് ക്വാളിറ്റി കെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ, ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ലിനൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ് എന്താ ഈ 3 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെയോ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ 3 സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്? ഏതൊക്കെയാണ്? Centralized linen distribution system, decentralized linen service, and mixed linen service. Okay. Yes. Every hospital needs to have 6 sets of linen for each bed. എന്താണ്? ഓരോ ഹോസ്പിറ്റലിനും എന്ത് വേണം? 6 sets of ലിനൻ ആവശ്യമാണ്. 6 സെറ്റ് ലിനൻ ആവശ്യമാണ്. 6 സെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ ഫോർ 1 ഇൻപേഷ്യന്റ് ബെഡ് അറ്റ് എ ടൈം. അതായത് 6 സെറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റിൽ എത്ര ഉണ്ടാവും? ഒരു സെറ്റില് ഒരു ഷീറ്റ്, ഒരു പില്ലോ കവർ. സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷീറ്റ് പ്ലസ് ഒരു പില്ലോ കവർ. അതായത് ഒരു സമയത്ത് ഒരു പേഷ്യന്റ് 6 സെറ്റ് ബെഡ്ഷീറ്റ്, അതായത് ഒരു ഷീറ്റ്, ഒരു പ്ലസ് ഒരു പില്ലോ കവർ, അങ്ങനെയാണ് 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. 1 സെറ്റ് ഈസ് ഈക്വൽ ടു 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. സമയം ചോദിച്ചിട്ടുള്ളത്.
ഇനി ഇതിന്റെ റൊട്ടേഷൻ 2 sets for wash. ഒരു പേഷ്യന്റിന് നമുക്ക് 6 set of linen ആവശ്യമാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ 2 sets for wash. 2 സെറ്റ് എന്തിനു വേണം നമുക്ക്? 1 bed sheet on the way to the laundry while on 1 sheets already in laundry's washing cycle. 2 സെറ്റ് വാഷ് ചെയ്യുന്ന പർപ്പസിന് ആവശ്യമായി വരുന്നത് എങ്ങനെയാണ്? 1 bed sheet on the way to the laundry. ഒന്ന് ലൗണ്ടറിയിൽ ഉണ്ടായിരിക്കും, പിന്നെ ഓൾറെഡി ഒരെണ്ണം എന്തായിരിക്കും ലൗണ്ടറി വാഷിംഗ് സൈക്കിളിൽ ഉണ്ടായിരിക്കും. അതാണ് 2 സെറ്റ് ഫോർ വാഷ് എന്ന് പറയുന്നത്. 2 സെറ്റ് വാഷ് ചെയ്യുന്നത്. 2 സെറ്റ് എന്താണ്? 2 sets യൂസ്. രണ്ടാമത്തെ സെറ്റ് എന്താണ്? യൂസ് ചെയ്യുന്നത്. 1 bed sheet should already be on the bed while 1 should be ready to be used. ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും, ഒരെണ്ണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഒരെണ്ണം എന്താണ്? 1 bed sheet should already be on the bed. ഒരെണ്ണം ബെഡിൽ ഉണ്ടായിരിക്കും, ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇപ്പൊ അഡ്മിറ്റ് ചെയ്തവർക്കൊക്കെ അറിയാം, നമ്മുടെ റൂമിലാണെങ്കിലും വാർഡിലാണെങ്കിലും എന്താണ് നമ്മുടെ ടേബിളിന്റെ അകത്ത് ഒരു ഷീറ്റും ഒരു എക്സ്ട്രാ പില്ലോ കവറും കൂടി ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്? 2 set in stock. 2 സെറ്റ് എന്തിൽ വെച്ചിട്ടുണ്ടാവണം? 2 സെറ്റ് എന്തിനു വേണം? 2 set in stock ആണ് അല്ലെ. 2 സെറ്റ് സ്റ്റോക്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് 6 സെറ്റ് വരുന്നത് കേട്ടോ. ഒരു പേഷ്യന്റിന് 6 സെറ്റ് വേണ്ടത് എങ്ങനെയാണ്? 2 sets for wash. 2 വാഷിംഗ് പർപ്പസിലായിരിക്കും. ഒന്ന് 1 bed sheet on the way to the laundry while 1 sheets already in laundry washing cycle. Then 2 sets in use. 1 bed sheet should already be on the bed while 1 should be ready to be used. Then 2 sets in stock. ഇങ്ങനെയാണ് 6 സെറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പേഷ്യന്റിന് വേണ്ടിയിട്ട് 6 സെറ്റുകൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് linen rotation. Yes. Next വരുന്നത് challenges. Laundry department നേരിടുന്ന challenges എന്തൊക്കെയാണ്? The laundry department faces some major challenges. They are എന്തൊക്കെ വെല്ലുവിളികളാണ് laundry department നേരിടുന്നത്? Loss of linen or theft, hospital acquired infection, lack of well-defined laundry hygiene process, high cost, breakdown of laundry machines. The challenges are loss of linen or theft. എന്താണ് loss of linen or theft? ലിനൻ നഷ്ടപ്പെടുക അല്ലെ. ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മോഷ്ടിക്കപ്പെടുക, വസ്ത്രങ്ങൾ മോഷ്ടിക്കപ്പെടുക, അല്ലെങ്കിൽ കളവ് പോവുക, അല്ലെ മോഷണം പോവുക. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ മൂലം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ? യെസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്താണ്? ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലൗണ്ടറി ഹൈജീൻ പ്രോസസ്. എന്താണ്? ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിലെ ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലൗണ്ടറി ഹൈജീൻ പ്രോസസ്. എന്തിന്റെ കുറവാണ് അവിടെ പറയുന്നത്? എന്തിന്റെ കുറവാണ്? ഹൈജീൻ പ്രോസസ്, ലൗണ്ടറി ഹൈജീൻ പ്രോസസ്. എന്താണ് പറയുന്നത്? എങ്ങനെയുള്ള അലക്ക് അശുചിത്വമായിരിക്കണം, എങ്ങനെയുള്ള ലൗണ്ടറി സർവീസസ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്? നന്നായി നിർവചിക്കപ്പെട്ട അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൗണ്ടറി ഹൈജീൻ പ്രോസസ് തന്നെയായിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്? ലിനൻ പ്രോസസിങ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയിരിക്കും. ഓക്കെ, high cost. ഉയർന്ന ചിലവ് അല്ലെ. ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന ചിലവ് വഹിക്കേണ്ടി വരുന്നത് വലിയൊരു ചാലഞ്ചസ് തന്നെ അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റില്
പലതരത്തിൽ വസ്ത്രവിധാനങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഇയർലിയും വരുന്ന ചേഞ്ചസ് ഒക്കെ അനുസരിച്ചിട്ട് എന്താണ് പല യൂണിഫോംസ് കോഡ്സ് സംവിധാനങ്ങളൊക്കെ മാറ്റം വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവിടെ കോസ്റ്റും കൂടുന്നു അല്ലെ. ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ് ഒരുപാട് സംവിധാനങ്ങൾ വരുന്നു. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന ചിലവ് ആവശ്യമായിട്ട് വരുന്നു. Then breakdown of laundry machines. എന്താണ് breakdown of laundry machines? അലക്കേന്ദ്രങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ അല്ലെ. അലക്കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെഷീൻസുകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ലൗണ്ട്രി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി തന്നെ അല്ലെ. വസ്ത്രങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഹോസ്പിറ്റൽ ഔട്ട്സോഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. പുറത്ത് മറ്റേ എക്സ്റ്റേണൽ ഏജൻസിക്കൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ ക്ലീനൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെയും എന്താണ് ഹൈ കോസ്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ ചാലഞ്ചസ് ഓഫ് laundry department faces. ഏതൊക്കെയാണ്? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. എന്തെങ്കിലും ലിനൻസ് നഷ്ടമായത്, മോഷണം പോവുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ HA മൂലമോ, പിന്നെ എന്താണ് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലൗണ്ടറി ഹൈജീൻ പ്രോസസ് മൂലവും ഹൈ കോസ്റ്റ് മൂലവും, അതുപോലെ എന്താണ് ബ്രേക്ക് ഡൗൺ ഓഫ് ലൗണ്ടറി മെഷീൻസ്. യന്ത്രങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് ഡൗൺസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ ചാലഞ്ചസ്? ഓക്കെ, when hospital laundry services are the responsible for providing safe, clean, ample and timely application of linen to user unit of the hospital at the right time, right quality, right place. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. അപ്പൊ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? Laundry services are just responsible for providing safe, clean and ample and timely application of linen. അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യാനുസരണം വളരെ സേഫും ക്ലീനും ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ലിനൻസുകൾ ടൈംലി മാനറിൽ നമുക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഓരോ യൂണിറ്റ്സിനും റൈറ്റ് ടൈമില് റൈറ്റ് ക്വാളിറ്റിയില് റൈറ്റ് പ്ലേസിൽ എത്തിച്ചു കൊടുക്കുന്നു. Every healthcare department has aim of making sure that patients are comfortable and ultimately that they are safe and healthy. എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും എന്താണ് ആലോചിക്കുന്നത്? അവിടെ പേഷ്യൻസിന്റെ സംതൃപ്തിയാണ് അല്ലെ. എന്റെ പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിരിക്കണം, സേഫ് ആയിട്ടൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവരെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ ഹെൽത്ത് കെയർ സംവിധാനങ്ങളും ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു കേട്ടോ. ലൗണ്ടറി ആൻഡ് ലിനൻ എന്ന ചാപ്റ്റർ അവസാനിച്ചു. എളുപ്പമായിരുന്നല്ലേ ഇത്? യെസ്, ഓക്കെ, ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ.
Yes. Chapter 9, monitoring and improving patient satisfaction. PDF കാണാമോ? Okay. ഇത് കുറച്ച് ഡ്രൈ ചാപ്റ്റർ ആണ്. എന്നാലും നമുക്കത് ചുരുക്കിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പറയാം കേട്ടോ. നോക്കാം. Yes. Okay. Introduction. Patient satisfaction is a comparative phenomenon which has been around since the 1960s, but active research on the topics was started in the late 1970s and early 1980s. This led to the substitution of the idea of quantity of life by more patient-centered concept of quality of life. Patient satisfaction incorporates the patient perceived requirements, his expectations from the health system and experience of healthcare. The multi-dimensional concept consists of both medical and non-medical aspects of healthcare. എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അല്ലെ? അതായത് പേഷ്യൻസിന്റെ സംതൃപ്തി കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മള് അല്ലെങ്കിൽ അവരുടെ സംതൃപ്തി ഇംപ്രൂവ് ചെയ്യും, സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസ് ആൻഡ് മെഷേഴ്സ് ടെക്നിക്സ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ കമ്പാരിറ്റീവ് ഫിനോമിന, അതായത് ഒരു താരതമ്യ പ്രതിഭാസമാണെന്നാണ് പറയുന്നത്. എന്താണ് ഇത്? ഏകദേശം 1960s, അതായത് 1960 മുതലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുള്ളത്. അതായത് 1950 മുതലാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് അല്ലെ? ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസിന്റെ സംതൃപ്തിയാണ് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. അതായത് സ്ഥാപനം വളരണമെങ്കിൽ അവിടെ പേഷ്യൻസ് വേണം, ട്രീറ്റ്മെന്റ്സ് നടക്കണം അല്ലെ? എങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ എന്തുണ്ടാവുള്ളൂ? പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത് 1960 ഓക്കെ, അങ്ങനെ 1960 ശേഷം പലതരത്തിലുള്ള റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷം എന്താണ് 1960s then active research on the topic was started. ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചുകൾ എപ്പോഴാണ് പിന്നീട് ആരംഭിച്ചത്? 1970s അല്ലെ? 1970s ആയിട്ട് early 90s, അതായത് 1970 അവസാനത്തിലും 1980 തുടക്കത്തിലുമാണ് ഈ വിഷയത്തിൽ സജീവമായിട്ടുള്ള ഒരു ഗവേഷണം ആരംഭിച്ചത്. ഓക്കെ, അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് കൂടുതലും നമ്മൾ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടാണ് പിന്നീട് ഇതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളിലേക്ക്, കൂടുതൽ റിസർച്ചിലേക്ക് ഈ 1970s 80s ആയിട്ട് തുടർ പഠനങ്ങൾ ആരംഭിച്ചു. യെസ്, അങ്ങനെ ആ പഠനങ്ങൾക്ക് വിധേയമായി സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? This led to the substitution of the idea of quantity of life by a more patient-centered concept of quality of life. അപ്പൊ ആദ്യകാലങ്ങളിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ പോയത് എന്തുപയോഗിച്ചിട്ടാണ്? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന കോൺസെപ്റ്റിലാണ്. ആദ്യം ക്വാണ്ടിറ്റി, അതായത് ജീവിതത്തിന്റെ അളവാണ് ആദ്യം അവരെടുത്ത മെഷർ. ജീവിതത്തിന്റെ അളവിൽ ഉണ്ടാവുന്ന മെഷറാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഏറ്റവും ഉപയോഗിക്കേണ്ടതെന്നാണ് ആദ്യകാല പഠനങ്ങളിൽ അവർ മനസ്സിലാക്കിയത്. പിന്നീടാണ് എന്ത്? മോർ പേഷ്യന്റ് സെന്റേർഡ് കോൺസെപ്റ്റ്. പിന്നീട് ആ കോൺസെപ്റ്റ് എങ്ങനെയുള്ളതായി മാറി? ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നായി അല്ലെ? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നത് മാറി, ആ കോൺസെപ്റ്റ് എങ്ങനെയായി? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നത് മാറി, അളവ് എന്നുള്ളത് മാറി, എന്തായി? ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം, ഒരു പേഷ്യന്റിന്റെ ജീവിത നിലവാരത്തിലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള
കോൺസെപ്റ്റ് ആണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന്. പിന്നീടുള്ള പഠനങ്ങളിൽ അവര് ആ കോൺസെപ്റ്റുകൾ മാറി മാറി വന്നു. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായോ പറഞ്ഞത്? യെസ് യെസ്. അപ്പൊ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന കോൺസെപ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന കോൺസെപ്റ്റിലേക്ക് സെൻട്രലൈസ് ചെയ്തു. യെസ്. Patient satisfaction incorporates the patient perceived requirements. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്, പേഷ്യന്റിന്റെ ആവശ്യകതകള്. Then his expectation from the health system. പേഷ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻസ് നല്ല കെയർ ആയിരിക്കും തനിക്ക് കിട്ടുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും എല്ലാ പേഷ്യൻസിനും. അതാണ് സെക്കൻഡിൽ ഉൾക്കൊള്ളുന്നത്. ഫസ്റ്റ് എന്താണ് അവരുടെ ആവശ്യകതകള്, സെക്കൻഡ് എന്താണ് എക്സ്പെക്ടേഷൻ ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം, പിന്നെന്താ an experience of health care, പിന്നെന്താണ് an experience of health care, ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്ന അവരുടെ എക്സ്പീരിയൻസ്. എന്നീ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, ഇതിൽ ഉൾക്കൊള്ളുന്ന പ്രധാന വസ്തുതകൾ എന്ന് പറയുന്നത്. ഒന്ന്, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ നിറവേറ്റപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ, അവർ പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിലുള്ള തന്റെ കെയറുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ്, ആ ഹോസ്പിറ്റൽ സർവീസിൽ നിന്ന് നല്ലൊരു അനുഭവം താങ്കൾക്ക് കിട്ടുമെന്ന് പേഷ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് പ്രധാനമായി ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് വസ്തുതകളിൽ നമ്മൾ ഒറ്റ പേരിൽ പറയുന്നതാണ് എന്ത്? ദിസ് മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ. അതായത് ഈ മൂന്ന് കാര്യങ്ങള് പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, എക്സ്പെക്ടേഷൻ ഫ്രം ഹെൽത്ത് സിസ്റ്റം, എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ. അതിന് മൂന്നിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന വാക്കാണ് എന്ത്? ത്രീ ഡയമെൻഷണൽ കോൺസെപ്റ്റ്. എന്താണ് ത്രീ ഡയമെൻഷണൽ കോൺസെപ്റ്റ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ ത്രീ ഡയമെൻഷണൽ കോൺസെപ്റ്റില് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, രണ്ട് ആസ്പെക്ട്സ് ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ്. ഒന്ന് മെഡിക്കൽ ആസ്പെക്ട്സ്, അതായത് പേഷ്യൻസിന് മെഡിക്കൽ സേവനങ്ങളുടെ നല്ല മെഡിക്കൽ സേവനങ്ങളാണ് പേഷ്യൻസിന് കൊടുക്കുന്നെങ്കിൽ എന്താണ് പേഷ്യന്റ് സംതൃപ്തരായിരിക്കുള്ളൂ. ഇനി നോൺ മെഡിക്കൽ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ മറ്റ് സേവനങ്ങൾ, ഹോസ്പിറ്റലിലെ മറ്റ് സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു, നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വരാം, ക്യാൻറ്റീൻ വരാം, ഹൗസ് കീപ്പിംഗ്, ലിനൻ, അല്ലേ? യെസ്, അതൊക്കെയാണ് നോൺ മെഡിക്കലിൽ പറയുന്നത്. അപ്പൊ ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ പേഷ്യൻസ് നേടിയ മൂന്ന് വസ്തുതകളിൽ പേഷ്യൻസ് അംഗീകരിക്കണം. പേഷ്യൻസ് സംതൃപ്തരാവണമെങ്കിൽ എന്താണ് അവർക്ക് മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നിന്നും നോൺ മെഡിക്കൽ ഫീൽഡിൽ നിന്നും നല്ല പെരുമാറ്റങ്ങൾ, നല്ല കെയർ, നല്ലൊരു ക്വാളിറ്റി കെയർ കിട്ടിയാൽ മാത്രമേ പേഷ്യൻസ് എന്താവുകയുള്ളൂ? സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമല്ല, ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ നല്ല രീതിയിൽ പരിചരിക്കുക. അത് നോൺ മെഡിക്കൽ ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ, അവരിൽ നിന്നുള്ള നല്ല പരിചരണമാണ് പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത്രയുമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത് എപ്പോഴാണ്? 1960-ലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് നിലവിൽ വന്നത്. പിന്നീട് എപ്പോഴാണ് ഇത് കുറച്ചുകൂടി പുരോഗമനം പ്രാപിച്ചത്? ഏത് ഇയേഴ്സിലാണ്? 1970-കളിലും 80-കളുടെ അവസാനത്തിലും 80-കളുടെ തുടക്കത്തിലുമാണ് ഇത് ഈ വിഷയത്തിൽ സജീവമായിട്ട് പുരോഗമനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ക്വാണ്ടിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചായിരുന്നു, അല്ലെ? ഇതിന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു. പിന്നീടാണ് എന്താണ് ഈ കോൺസെപ്റ്റ് കുറച്ചും കൂടി മാറി. എങ്ങനെയായി പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നത് എങ്ങനെയായി മാറി? ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് മാറി, അല്ലേ? ഓക്കെ, ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ത്രീ ഡയമെൻഷണൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പേഷ്യന്റ് റിക്വയർമെന്റ്,
expectations and experience. Like patient perceived requirements, his expectations from health system and experience of health care. These are the multi-dimensional concept. Consist of both medical and non-medical aspects of health care. Okay, മനസ്സിലായോ ഈ first paragraph? Okay. Patient satisfaction is a measure of extent to which a patient is satisfied with the health care which they got from their healthcare provider. Patient satisfaction is concerned with how the patient assesses the quality of their healthcare experience. It is increasingly being evaluated in surveys of healthcare settings as a measure of quality of care, together with other dimensions of quality like access, relevance to requirements, effectiveness and efficiency. അതായത് പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന പേഷ്യന്റ് ഹെൽത്ത് കെയറിൽ നിന്ന് നല്ല പേഷ്യന്റ് ഹെൽത്ത് കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുള്ളൂ അല്ലെ? അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ല ചികിത്സ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ആ ഹോസ്പിറ്റലിൽ പോകുമോ? പിന്നീട് പോകുമോ? നമ്മള് ഒരിക്കലും നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ചു പോകില്ല അല്ലെ? നല്ല ട്രീറ്റ്മെന്റ് എല്ലാം ഇവിടെ ഡോക്ടേഴ്സും അതെ ഒരേപോലെ എല്ലാ സംവിധാനങ്ങളും നോൺ മെഡിക്കലും മെഡിക്കലും ഒക്കെ ഒരേപോലെ തന്നെ സംവിധാനങ്ങളും മോശമായിട്ടുള്ളൊരു കെയർ ആണ് നമുക്ക് തരുന്നെങ്കിൽ നമ്മളിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് നോക്കിയേ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ചില നഴ്സുമാര് ഭയങ്കര മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിക്കാറുണ്ട് അല്ലെ? മോശമായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്, ചീത്ത പറയാറുണ്ട്. ഇതിനാണെന്ന് മനസ്സിലായിട്ടില്ല അല്ലെ? അതറിയില്ല എന്താണ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നല്ല രീതിയിൽ ചീത്ത പറയും. പിന്നീട് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോകാനും കൂടി പോയി തോന്നില്ല. എന്നുവെച്ചാൽ ഒരുപാട് പ്രഗ്നൻസി വുമൻസ് ഒക്കെ ഇത് ഈ ഒരു സംഭവം ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടാവും. ജമ്മു ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രഗ്നൻസിക്ക് പോയിട്ടുള്ള സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആക്കുന്നില്ല. കാരണം എന്താണ് ഇമോഷണലി ഏറ്റവും ബാലൻസ് ചെയ്യേണ്ട ഒരു ടൈമാണ് പ്രഗ്നൻസി ടൈം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യണം? അവര് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. അവിടെ ഒരിക്കലും അവിടെ വരുന്ന ഒരു പേഷ്യൻസ് ആ ഒരു സമയത്ത് ഹാപ്പി ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തരുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നല്ല രീതിയിലുള്ള കെയർ തന്നാൽ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. ഓക്കെ, patient satisfaction is concerned with how patient assess the quality of their healthcare experience. അപ്പൊ നമുക്ക് നൽകുന്ന നല്ല എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ സംതൃപ്തരാകുന്നത്. ഓക്കെ, അത് ക്വാളിറ്റി ഗുണമേന്മയുള്ള കെയർ ആയിരിക്കണം അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കയറുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിലൊന്ന് ചിരിച്ചില്ലെങ്കിൽ പോലും നല്ല രീതിയിലൊന്നും നമ്മളെ എവിടെയാണോ നമുക്ക് ഡോക്ടറെ കാണേണ്ടത് കൃത്യമായ ഒരു ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുക, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം എന്നതിന് വേണ്ടിയിട്ടാണ് പല ഡിപ്പാർട്ട്മെന്റ്സുകളും നമ്മുടെ ഹോസ്പിറ്റലിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ? ഓക്കെ, അപ്പൊ അവിടെ നിന്നും ഒരു മോശം അനുഭവം കിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും വളരെ നമ്മൾ ഹോസ്പിറ്റൽ ജോയിൻ കയറിയതിനു ശേഷം തിരിച്ചു വരുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് തരുന്ന കെയർ ആണ് എന്ത് ശരിക്കും വളരെ നല്ലൊരു കെയർ അല്ലെ? നല്ല വെറും കെയർ അല്ല, നല്ല രീതിയിൽ നമുക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിൽ നിന്നൊരു എന്ത് കിട്ടുള്ളൂ? ഹാപ്പിനെസ് കിട്ടുന്നുള്ളൂ അല്ലെ? ഇനി ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ബീങ് ഇവാലുവേറ്റഡ് ഇൻ സർവേസ് ഓഫ് ഹെൽത്ത് കെയർ സെറ്റിംഗ് ആസ് എ മേക്ക് ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. അപ്പൊ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സർവേസിൽ വിവിധതരം സർവേ ഹെൽത്ത് കെയർ സെറ്റിംഗ് സർവേസിലൂടെ നമ്മൾ അത് കണ്ടക്ട് ചെയ്ത് നോക്കും. അപ്പൊ അതിൽ എന്തൊക്കെ നോക്കുന്നുണ്ട്? ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ഗുണമേന്മയുള്ള കെയർ ആണോ പേഷ്യന്റിന് കൊടുക്കുന്നത്? പിന്നെന്താണ്? ടുഗദർ വിത്ത് അതർ ഡയമെൻഷൻ ഓഫ് ക്വാളിറ്റി ലൈക്ക് ആക്സസ്. ഇനി മറ്റ് ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റീസ്
നമ്മൾ പറഞ്ഞു മൾട്ടി ഡയമെൻഷൻ കോൺസെപ്റ്റ് പറഞ്ഞപ്പോ ആ ഭാഗം ഒന്ന് പറഞ്ഞു. എന്താണ് അവിടെ പറഞ്ഞത്? റിക്വയർമെന്റ്സ്, പേഷ്യന്റ് ഡയമെൻഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ ആവശ്യകതകള്, പിന്നെ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, പേഷ്യൻസിന് കൊടുക്കുന്ന പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം അല്ലെ, എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം, കാര്യക്ഷമമായിട്ട് അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് പേഷ്യൻസിന് നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് പ്രധാനമായിട്ടും സർവീസിൽ പേഷ്യൻസ് ഓക്കെ ആണോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ അളക്കുന്നത്. അല്ലെങ്കിൽ അത് ഈ 3 കാര്യങ്ങൾ അന്വേഷിച്ച് വെച്ചിട്ടുള്ള സർവേ കൂടിയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാതെ ഇതെന്താണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി എന്ന് പോവാട്ടോ. കുറെ ഇതിൽ വാരി വലിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ലേ? ഈ ചാപ്റ്ററിൽ എന്താണ് പ്രധാനമായിട്ടുള്ള കണ്ടന്റ്, എന്താണ് കണ്ടന്റ്, എന്താണ് ഈ ചാപ്റ്ററിന്റെ? എന്താണോ പറയടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എങ്ങനെയൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നു, അത് നമുക്ക് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം അല്ലെ. നമ്മൾ പേഷ്യന്റ് ആണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്, എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, എന്ത് തരം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പിനെസ് കിട്ടുന്നത് നമുക്കറിയാം. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷെ കുറച്ചിങ്ങനെ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കേട്ടോ. യെസ്, നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഇപ്പൊ നമ്മളിവിടെ പേഷ്യന്റിന്റെ സംതൃപ്തി മാത്രമല്ല കേട്ടോ നോക്കുന്നത്, കൂടാതെ എന്തും കൂടി മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ. ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി അല്ലെ, ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഓവറോൾ ക്വാളിറ്റി, മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അതായത് എന്തിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ സംതൃപ്തി മാത്രമല്ല നോക്കുന്നത്, ആ ഹെൽത്ത് കെയർ ക്വാളിറ്റി, ആ ഹെൽത്ത് കെയർ സ്ഥാപനം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കും അല്ലെ. പേഷ്യൻസിന് മാത്രമല്ല, ആ സ്ഥാപനം നല്ല പോക്കാണോ പോകുന്നത്, നല്ല കെയർ ആണോ കൊടുക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്, continuous measuring of patient satisfaction and enhancing patient experience can be achieved. അപ്പോൾ നമ്മൾ ഈ സർവേസും അത് കൃത്യമായി മെഷർ ചെയ്ത് നോക്കുന്ന സമയത്താണ് നമുക്ക് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് എ valuable tool to catch patient feedback without much effort. അപ്പൊ നമുക്കൊരു സർവേ ചെയ്യുമ്പോൾ അതിനത്ര എഫേർട്ട് ഒന്നും എടുക്കേണ്ടി വരുന്നില്ല അല്ലെ. സർവേ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് ഒരു ഷീറ്റ് കൊടുക്കുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ, അപ്പൊ ഒരു ടിക്ക് ഇടും, കുറെയൊക്കെ മാർക്ക് ചെയ്യും, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു എന്താണ് ഒരു സർവേക്ക് ക്വസ്റ്റ്യനെയർ കൊടുക്കാണ്. അപ്പൊ എന്താണ്, അതൊരു ടൂൾ ആണ് അല്ലെ, മെഷർ ചെയ്യാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടൂൾ കൊടുക്കുകയാണ്. അത് സർവേ രൂപത്തിലാണ് അല്ലെ. അപ്പൊ അതില് അവർ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ ഇവിടുത്തെ ചികിത്സയിൽ നിങ്ങൾ എന്താണ് തൃപ്തരാണോ, നിങ്ങൾക്ക് നല്ല സേവനങ്ങളാണോ ലഭിക്കുന്നത്, യെസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ഉണ്ടാവും അല്ലെ ആ സർവേ ക്വസ്റ്റ്യനറിൽ. അപ്പൊ എന്ത് ചെയ്യും, പേഷ്യൻസ് അത് ഓരോന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, എല്ലാവരും അത് ചെക്ക് ചെയ്ത് അതിനുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ആ സർവേ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താന്ന് മനസ്സിലാവും നമുക്ക്, വളരെ എഫേർട്ട് ഒന്നും ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു സർവേ ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് സംതൃപ്തരാണ്, ആ ഹോസ്പിറ്റലിൽ നല്ല സേവനങ്ങളാണ് കൊടുക്കുന്നത് എന്ന 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെന്നാണെങ്കിലും മനസ്സിലാക്കാം അല്ലെ. നല്ല സേവനങ്ങൾ അവർ കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് ആ സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ. നല്ല സേവനങ്ങളാണോ നിങ്ങൾക്ക് തരുന്നത്, അല്ലാന്ന് എഴുതി ഒരുപാട് പേഷ്യൻസ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഹോസ്പിറ്റലിൽ നല്ല കെയർ അല്ല കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വളരെ മനസ്സിലായോ? യെസ്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നത് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വാസ് ഇവാലുവേറ്റഡ് ബൈ എ ക്വസ്റ്റ്യനെയർ developed with the patient which gathered information about the time spent, appointments, travel costs and replication of quality of services. അപ്പൊ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യനെയറിലെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻഫർമേഷൻ അബൌട്ട്
ടൈം സ്പെൻഡ് അറ്റ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം, then travel cost and equations of quality of service care. Applications എന്നല്ല കേട്ടോ, പെർസെപ്ഷൻസ് ആണ്. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ധാരണകളാണ്, ധാരണകൾ. പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസ് എക്സെട്ര. അതായത് ക്വസ്റ്റ്യനിയറിൽ വരുന്ന കാര്യങ്ങൾ ഒന്നെന്താണ്, അപ്പോയിന്റ്മെന്റ്സ്, എത്ര ടൈം അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി വരുന്നു. then travel cost and travel cost അറിയാലോ, എന്താണ് ട്രാവൽ കോസ്റ്റ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. then perception of quality of service care. പെർസെപ്ഷൻ എന്താണ്? ക്വാളിറ്റി ഓഫ് കെയറിനെ കുറിച്ചുള്ള ധാരണകൾ അല്ലെ, പേഷ്യന്റിന്റെ ധാരണകൾ എന്തൊക്കെയാണ്, നല്ല ക്വാളിറ്റി സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നീ 3 കാര്യങ്ങളായിരിക്കും അവരുടെ സർവേ ക്വസ്റ്റ്യനിയറിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ആ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ അവസാനം നമുക്ക് എന്തറിയാൻ പറ്റും, ഹോസ്പിറ്റലിൽ നല്ല സേവനങ്ങളാണോ, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് ആ സർവേയുടെ അവസാനം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, യെസ്. Patient satisfaction surveys are a vital way to scale how your patients feel about their experience with your practice. ഈ സർവേയുടെ പ്രധാനം, ഈ സർവേ എന്തിനു വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത്? പേഷ്യൻസിന് ഫീൽ ഗുഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവേ നടത്തുന്നത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ to recommend your practice to others and they are also less probable to file complaints. ചില പേഷ്യൻസ് എങ്ങനെ പറയും, ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്? ചില പേഷ്യൻസ് നല്ല രീതിയിലുള്ള കമന്റ്സുകൾ പറയും അല്ലെ, ചില രീതിയിൽ നല്ല രീതിയിൽ മെഷർ ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് അവർ സജസ്റ്റ് ചെയ്യും അല്ലെ, എന്റെ ഫ്രണ്ട്സിനും എന്റെ റിലേറ്റീവ്സിനും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവര് രേഖപ്പെടുത്തും. അല്ലാത്ത പക്ഷം എന്താണ്, they are also less probable to file complaints. ചിലര് കംപ്ലൈന്റ്സ് പറയും അല്ലെ, കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതും രേഖപ്പെടുത്തും. 2 രീതിയിലും എന്താണ്, അവര് 2 രീതിയിൽ അവരുടെ ഫീലിങ്സ് അവര് എന്താണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, patient satisfaction is considered as one of the most important parameters of quality. The measurement of patient satisfaction is an important tool for research, administration and planning. എന്താ പറയുന്നത്, patient satisfaction കണക്കാക്കുന്നത് അതിൽ പ്രധാന considered as one of the most important parameters of quality. അതായത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് നല്ല ഗുണനിലവാരമുള്ള കെയർ നൽകുന്നുണ്ടോ എന്നുള്ള ഒരു അളവിന്റെ രീതിയിലാണ് അളക്കപ്പെടുന്നത് അല്ലെ. അപ്പോ മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് an important tool for. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്? റിസർച്ച് പർപ്പസിന് വേണ്ടി അല്ലെ, റിസർച്ചിന് നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ആൻഡ് പ്ലാനിങ് അല്ലെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം, അതായത് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു കെയർ നൽകണമെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് മെഷർ ചെയ്യണമെങ്കിൽ the measurement of patient satisfaction is an important tool for. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നത്. റിസർച്ച്, ഗവേഷണത്തിന് വേണ്ടി, നല്ല അഡ്മിനിസ്ട്രേഷന് വേണ്ടി ആൻഡ് പ്ലാനിങ്ങിന് വേണ്ടി. ഓക്കെ, യെസ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് കുറച്ചുകൂടി ചുരുക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതിനുശേഷമാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഓക്കെ, പിന്നെ എത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളൊന്നും ഒന്നും കൂടി വായിച്ചു നോക്കണം കേട്ടോ.
എടുത്ത ഭാഗങ്ങളൊന്ന് വായിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഇതിൽ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എടാ, ഒരാൾ ചോദിച്ചല്ലോ PG ഇത് ഒപ്പമാണോ എന്ന് ചോദിച്ചില്ലേ? PG തുടങ്ങുന്നത് PG നാളെ തുടങ്ങും കേട്ടോ. PG ജോയിൻ ചെയ്തിട്ടില്ലേ നിങ്ങള്? ഓക്കെ, യെസ് യെസ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.